പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 5-6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു വലുതും ഒരു ചെറുതും സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. എത്ര നമ്മൾ എടുക്കുന്നു ഉരുളക്കിഴങ്ങ് എടുക്കുന്നു അതിനനുസരിച്ചുള്ള മുളകും ഉള്ളിയൊക്കെ എടുക്കുക. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അതൊക്കെ ഇപ്പം വൃത്തിയാക്കി അടിച്ചിട്ട് എല്ലാം വൃത്തിയാക്കി എടുക്കുക, കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ എനിക്ക് പീലർ നോക്കിയിട്ട് കാണാഞ്ഞിട്ടാണ് കത്തി എടുത്തത്. ഈ കത്തി നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു, പേടിച്ചിട്ടാണ് എടുത്തത് തന്നെ. എടുക്കുന്നതിന് അന്നൊക്കെ എനിക്ക് പണി കിട്ടാറുണ്ട്, ഇന്നും പണി കിട്ടി. പീലർ കിട്ടിയില്ല. ഈ ഉള്ളിയുടെ പുറത്തേക്ക് കറുപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അതൊക്കെ ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ദോഷമൊക്കെ ഉണ്ടാക്കുന്ന സാധനമൊക്കെയാണത്. എന്നിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. പീലർ നോക്കിയിട്ട് കാണാഞ്ഞിട്ട് ഈ കത്തിയെടുത്തിൻ്റെ അന്ന് പണിയും സാധാരണ കിട്ടുന്നതാണ്, ഇന്നും അതുപോലെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഈ ഉരുളക്കിഴങ്ങല്ല സവാള തക്കാളി ഇതൊക്കെ എടുക്കുമ്പോൾ അറ്റത്ത് ഈ വെള്ളമൊക്കെ കാണുന്നുണ്ടല്ലോ, അത് നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതിൻ്റെ കൂടെ പിന്നെ ഗ്രീൻ പീസോ അല്ലെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാൻ കിട്ടും. ഇതെല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടാൽ ക്യാപ്സിക്കവും ഇതെല്ലാം ഉള്ളിയും ഒക്കെ ഒരേ അളവിൽ തന്നെ മുറിച്ചിടുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഈ കറി എന്ന് പറഞ്ഞാൽ വെന്ത് ഉടഞ്ഞ് പോയത് ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരൈറ്റമാണ് കേട്ടോ. നമുക്ക് ഈ ദോശയെന്ന് കേൾക്കുമ്പം പെട്ടെന്ന് ചമ്മന്തിയും ചട്നിയും സാമ്പാർ ഇതൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. ഇഡലിയുടെ കൂടെ സാമ്പാർ, പിന്നെ ദോശയുടെ കൂടെ ചട്നി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അതേസമയം ചപ്പാത്തി ഉണ്ടല്ലോ, എന്ത് കറി കൂട്ടി കഴിച്ചാലും സാമ്പാർ ചമ്മന്തി എന്ത് കൂട്ടി കഴിച്ചിരുന്നാലും അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ചപ്പാത്തിയുടെ എന്ത് കഴിക്കാൻ ഇഷ്ടം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, മിക്കവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം ഇത് നോക്കാം. ഇതിൻ്റെ തക്കാളി ഇടാണ്ട് ഈ അറ്റത്തി വെള്ളയൊക്കെ എടുത്ത് കളയണം കേട്ടോ. അതെല്ലാം ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും എല്ലാം അത് കളയണം. അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞു. പച്ചമുളക് എടുത്തപ്പോഴാണ് പണി കിട്ടിയത്. അത് നല്ലൊരു പണിയാണ്. കൈ നന്നായിട്ട് മുറിഞ്ഞു. അത് നമ്മൾ വിരലിൻ്റെ അറ്റം മുറിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അത് ആകെപ്പാടൊരു മെനക്കേടാണ്, വല്ലാത്തൊരു അസ്വസ്ഥതയാണിത്. അത് നന്നായിട്ട് മുറിഞ്ഞു. അപ്പോൾ മുറിഞ്ഞ് കുറച്ച് ബ്ലഡ്, പിന്നെ നന്നായിട്ട് കഴുകി പെട്ടെന്ന് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ബ്ലഡൊക്കെ കളഞ്ഞിട്ട്, ഇത് കത്തി കൊണ്ട് മുറിഞ്ഞ് വലിയൊരു മുറിവൊന്നും ആയിരിക്കത്തില്ല, നല്ല കഴുകി വൃത്തിയാക്കുക. മുറിവിൽ അഴുക്കുണ്ടായിരുന്നു, നല്ല കഴുകി വൃത്തിയാക്കി ഇത് വിരലുകൊണ്ട് അമർത്തി പിടിക്കുക, പൊത്തി പിടിച്ചിട്ട് പെട്ടെന്ന് കെട്ടി വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഞാനിപ്പം ഈ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതവിടെ ഇരിക്കേണ്ട 3 ദിവസത്തേക്ക് ഇളകി പോകുന്നതനുസരിച്ച്, അഴുക്ക് വരുന്നതനുസരിച്ച് നനയുമ്പോഴതൊക്കെ ഇളക്കിളഞ്ഞിട്ട് വേറെ ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേനും മുറിവൊക്കെ നന്നായിട്ട് ഒട്ടിച്ചേർന്നിട്ടുണ്ടാവും. നമ്മളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോലും മുറിവൊക്കെ അങ്ങനെയല്ലേ, ഒട്ടിച്ച് വെക്കുമ്പോഴത്തേനും നന്നായിട്ട് മാംസമാകുമ്പോഴത്തേനും നന്നായിട്ട് ഒട്ടി ഇരിക്കും. അകത്ത് അഴുക്കുണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അഴുക്കോട് കൂടി വെച്ച് കെട്ടി വെക്കരുത്, അത് പിന്നെ അത് വലിയ കുഴപ്പം ചെയ്യും. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ചൂടായി വരണമെന്നൊന്നുമില്ല ചട്ടി. അതിന് മുമ്പേ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേന് ഈ പൊട്ടിത്തെറികളെല്ലാം ഒഴിവായി കിട്ടും. അരിഞ്ഞതെല്ലാം കൂടി ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇടുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് വരണ്ട ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഉപ്പ് നമ്മൾ ഈ കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കാവുള്ളൂ കേട്ടോ. ബാക്കി പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. വേണമെങ്കിലല്ല പിന്നീട് ചേർക്കേണ്ടി വരുമല്ലോ. നമ്മൾ ചാറിനൊക്കെ ആവശ്യമുള്ളത് ചേർക്കേണ്ടി വരും. ഇപ്പോൾ കഷ്ണങ്ങളിൽ പിടിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മസാല, മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞളും മുളകും മാത്രമായിരുന്നാലും കുഴപ്പമില്ല. മുളക് പൊടി ചെറിയ സ്പൂണിന് 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിലിപ്പം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1 സ്പൂണും പിന്നെ ഒരു കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ തികച്ചില്ല, അത്രയും എടുത്ത് അതും കൂടി ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി കിടന്നിട്ട് ഒന്ന് വെന്തോട്ടത്. ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അതുകൊണ്ട് എല്ലാം കൂടെ ചേർന്ന് വെന്ത് വരുന്നതായിരിക്കും നല്ലത്. ഈ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഇത് വെന്ത് ഉടഞ്ഞു പോകരുത്. വെന്ത് വരണം, പക്ഷേ ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ കട്ടിയാവും, വേറെ ടേസ്റ്റ് വരും, ഒരുപാടങ്ങ് തിക്കായി പോകും. ഈ കോൺഫ്ലോർ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് എന്തായിരുന്നാലും കട്ടിയായി വരുമല്ലോ. വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. തിളച്ച് വരുന്നവരെ തീ കൂട്ടി വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസല്ല കെച്ചപ്പാണ് ഒഴിച്ചിരിക്കുന്നത്, അതും കൂടി ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. ഇത് മിക്കവർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിങ്ങനെ ഒഴിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാനായി ഇത് ഉണ്ടാക്കിയത്. ദോശയ്ക്ക് ചട്നി, സാമ്പാർ എന്നൊക്കെ ആയിരിക്കും എല്ലാവർക്കും പറയുന്നത്. ഇഡലിക്ക് സാമ്പാർ, ദോശയ്ക്ക് ചട്നി അങ്ങനെയൊക്കെ ആയിരിക്കും. ചപ്പാത്തി ഞാൻ ചമ്മന്തി കൂട്ടി കഴിച്ചിട്ടുണ്ട്, സാമ്പാർ കൂട്ടി കഴിച്ചിട്ടുണ്ട്. എന്ത് കറിയും, ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും കഴിക്കാം, ബീഫോ. ഇതിപ്പം ദോശ. ഒരു കൈയും വയ്യാതൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അവസാനം ഈ കൈ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് ഈ കൈ, പിന്നെ അത് പിടിക്കുന്നതോടും ഇതെല്ലാം. അപ്പോൾ ഞാനിത് കഴിച്ചോട്ടെ.
നല്ല പ്രത്യേക ഒരു ടേസ്റ്റ്, കാണാനൊരു ഭംഗി കേട്ടോ. അപ്പോഴത്തേന് കൈയുടെ അറ്റത്താണ് ടേപ്പ് ഇത് ഒരറ്റം ഇളകി വന്നിട്ടുണ്ട്, അഴുക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ ഞാൻ കീറി കളഞ്ഞത്. നനയുന്നതനുസരിച്ച് ഇളകി വരുന്നതനുസരിച്ച് അതങ്ങ് ഇളക്കി കളഞ്ഞാൽ മതി. വലിയ പ്രശ്നം വലിച്ചിളക്കരുത് കേട്ടോ. വലിച്ചഴിച്ച് എടുക്കാൻ നോക്കി ഒട്ടിയിരിക്കുന്ന മുറിവ് വീണ്ടും അത് വിട്ട് വരും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിരുന്നാൽ മതി. മുറിവ് പുറമേ കാണാൻ പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ അകത്ത് പച്ചക്ക് ഇരിക്കുകയാണ്. അത് മുറിവുണ്ടല്ലോ, അത് കുറച്ച് ദിവസത്തേക്ക് ഒരു വേദന കാണും. അപ്പോൾ ഞാനത് കഴിച്ചോട്ടെ. അപ്പോൾ വീണ്ടും കാണാം, നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.